ഔറംഗസേബ് എന്ന ഗുണ്ടയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പകൽ വാർത്തയിൽ ആദ്യം. ആദ്യം ഇപ്പോൾ വളരെയധികം പ്രചാരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റീൽസ് കാണാം. ഏതെങ്കിലും സിനിമയുടെ പ്രൊമോഷണൽ വീഡിയോ എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒന്നാണ് ഈ റീൽസ്. പക്ഷേ ഇത് കൊച്ചിയിലെ ഗുണ്ടകളുടെ വീഡിയോയാണ്. ഒരു പേടിയുമില്ലാതെ, ഒരു മറവുമില്ലാതെയാണ് ഗുണ്ടകൾ വിലസുന്നത് കൊച്ചി നഗരത്തിൽ. അതും പരസ്യമായിട്ട് റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഗുണ്ടാപ്പണിയിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കുന്നത് ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ. ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഔറംഗസേബ് എന്ന ഗുണ്ട നടത്തിയത്. ന്യൂസ് 18 കേരളത്തിന്റെ അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസുമായിട്ട് ദീർഘനേരം ഔറംഗസേബ് സംസാരിച്ചിരുന്നു. വർഷങ്ങളായി ഗുണ്ടാപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ് ഔറംഗസേബ്. അതുമാത്രമല്ല, പെരുമ്പാവൂർ അനസ് എന്ന കുപ്രസിദ്ധ ഗുണ്ടാ തലവന്റെ വലം കൈയായി പ്രവർത്തിച്ചു വന്നിരുന്നയാളാണ് ഈ പറയുന്ന ഔറംഗസേബ്. ഔറംഗസേബിന്റെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ആദ്യം. റീൽസ് ആദ്യം ഇട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിലാണെങ്കിൽ അനസ് തന്നെയാണ്. അനസ് പെരുമ്പാവൂർ ഇങ്ങനെ റീൽസ് ഇട്ടിരുന്നത്. അത് പുള്ളി തന്നെ പുള്ളിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എല്ലാവരിലേക്കും ഷെയർ ചെയ്തും അങ്ങനെയൊക്കെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് പെട്ടെന്ന് എത്തും. കുറെ ആൾക്കൂട്ടും വണ്ടിയൊക്കെ കാണുമ്പോൾ ഓൾറെഡി എല്ലാവർക്കും അതിലൊക്കെ ജോയിൻ ചെയ്യണമെന്നൊക്കെ ഒരു ഉപയോഗം ഉണ്ടാവും. അങ്ങനെ തോന്നും ഓരോങ്ങനെ അതിലേക്ക് കയറി വരെയും അങ്ങനെ അത് കണ്ടിട്ട് തന്നെ ഫാൻസ് ഗ്രൂപ്പും ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഇഷ്ടം ഒരു 4-5 ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഈ അടുത്ത് വീഡിയോ കിട്ടി പിന്നെ ഒരെണ്ണുള്ളൂ. ഇപ്പൊ ബാക്കിയൊക്കെ പോയി. എങ്ങനെയാണ് റീൽസുകൾ ഇട്ടുകൊണ്ട് ഗുണ്ട തലവന്മാരും ഗുണ്ടകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി നിൽക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഔറംഗസേബ് ഇപ്പോൾ സംസാരിച്ചത്. പക്ഷേ അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് എങ്ങനെയാണ് ഗുണ്ടകളുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് കൊച്ചി നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഗുണ്ടകൾ വാഴുന്നത്, ഇക്കാര്യങ്ങളും ഔറംഗസേബ് ടോം കുര്യാക്കോസിനോട് സംസാരിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വർണ്ണക്കടത്തിലും ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്ന രീതിയിലും ഏത് രീതിയിലാണ് ഗുണ്ടകൾ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. എങ്ങനെയാണ് സ്വർണം പൊട്ടിച്ചതിന് ശേഷം ഷെയർ ചെയ്യുന്നത് പണം, അതുപോലെ തന്നെ സ്വർണം, ഇക്കാര്യങ്ങളൊക്കെ ഔറംഗസേബ് വിശദമായി പറഞ്ഞു. പെരുമ്പാവൂർ അനസിന്റെ കൂടെ ഏത് രീതിയിലാണ് താൻ പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നും ഔറംഗസേബ് വെളിപ്പെടുത്തുകയുണ്ടായി. കൂടുതൽ വെളിപ്പെടുത്തലുകൾ. ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായ കേസ് എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് ഒരു ആളെ തട്ടിക്കൊണ്ടുപോയ കേസ് ഉണ്ടായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുപോയ കേസ് ഗോൾഡ് കേസാണല്ല. അതിലെല്ലാം മനസ്സുണ്ട്. സ്വർണം പൊട്ടിക്കുന്ന കേസ്. അതെ അതെ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവരുമ്പോൾ അവരായിട്ട് നമ്മൾ ആ കുണ്ടന്ന ആളായിട്ട് നമ്മൾ കണക്ഷൻ അടിച്ചിട്ട് ഇവിടെ എയർപോർട്ടിൽ വരുമ്പോൾ അതിന്റെ ഓണറിന് കൊടുക്കാണ്ട് നമ്മൾക്ക് ആ സാധനം തരും. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവര് അവിടെ നിന്ന് വരുമ്പോൾ ഒരു ഷർട്ടും പാന്റും കളറൊക്കെ ഫോട്ടോ എടുത്തിട്ടാണ് വരുന്നത്. എയർപോർട്ടിന്റെ ഉള്ളിൽ കയറിയതിനു ശേഷം ബാത്റൂമിൽ കയറി നമ്മൾ പറയുന്ന ഡ്രസ്സ് അവര് വേറെ ഡ്രസ്സ് ഇട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തരും. അങ്ങനെ ഇവിടെ വരുമ്പോ മറ്റവരെ കാണൂല, നമ്മുടെ കൂട്ടത്തിൽ കയറി വരും. അവിടെ നമ്മൾ സാധനം കൊണ്ടുപോകും, ഗോൾഡ് കൊണ്ടുപോകും. അതെ അതെ. കൊടുത്തു വിടുന്നത് ഒട്ടി തന്നെയാണ്. ഇപ്പൊ 2 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ഒരാൾ നമ്മൾ ഒട്ടിട്ടുണ്ടാവും, ഒട്ടി തന്നെ ഉണ്ടാവും. ഇല്ല, ഇപ്പൊ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 4 പേരിന് 4 ഷെയർ ആക്കി എടുക്കും. ഇപ്പൊ ഗ്യാങ് ആണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും അത് കിട്ടും. അതാണ് പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു തവണ കാസർഗോഡ് ടീമിന്റെ സാധനം ആയതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കേണ്ട വന്നു. പിന്നെ ഇടയ്ക്ക് മണ്ണാർക്കാട് കേസ്, രാമനാട്ടിൽ ഒരു കേസ് വന്നായിരുന്നു. ഒരു 5 പേര് മരിച്ചു പോയായിരുന്നു അതിൽ. അതിന് അനസിന്റെ ഗ്യാങ് തന്നെ കൂടെ നടക്കുന്ന പിള്ളേർ തന്നെയായിരുന്നു അതിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. കൊടുവള്ളി സംഘം അവര് ഏൽപ്പിച്ച ആൾക്കാരല്ലേ, ബാക്കിയുള്ളത് ആൾക്കാരെല്ലാരും
ഇത് കൊട്ടേഷൻ സംഘമായിട്ട് പോയതല്ല അതിന് മറ്റേ ഗോൾഡ് കൊണ്ടുവന്നൊക്കെ എസ്കോർട്ട് പോലെ പോയിട്ടുള്ള സംഭവം ഉണ്ടായത്. പക്ഷേ വണ്ടി മറിഞ്ഞ് 5 പേര് മരിച്ചുവാണ് ചെയ്തത്. രാമനാട്ടുകര സംഭവത്തിന് പിന്നിലും പെരുമ്പാവൂർ അനസിന്റെ സംഘം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടിയാണ് ഔറംഗസേബ് നടത്തിയത്. പക്ഷേ എങ്ങനെയാണ് പെരുമ്പാവൂർ അനസും ഗുണ്ടകളും രക്ഷപ്പെടുന്നത് പോലീസിന്റെ പിടിയിൽ നിന്ന്? ഇതിനെക്കുറിച്ചും വ്യക്തമായിട്ട് ഔറംഗസേബ് പറയുകയുണ്ടായി. അതുമാത്രമല്ല, രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ കൃത്യമായ പിന്തുണ ഓരോ തവണയും കിട്ടാറുണ്ട് എന്നും ഔറംഗസേബ് പറയുന്നു. ഈ എത്ര പേര് പെരുമ്പാവൂർ അനസിന്റെ ഗ്യാങ്ങിൽ ഇപ്പൊ നിങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഔറംഗസേബ് ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന സമയത്ത് എത്രത്തോളം ചെറുപ്പക്കാര് ഈ പെരുമ്പാവൂർ അനസിന്റെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നു? ലോക്കലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 100-300 പേരുണ്ടായിരുന്നു. 300ഓളം പേരുണ്ട്. ഉണ്ടായിരുന്നു. അത് ഈ നെറ്റ്വർക്കിൽ തന്നെ ഉള്ളവരാണ്? എറണാകുളം പെട്ടെന്ന് വിളിച്ചു തന്നെ ആലുവ, എറണാകുളം, പെരുമ്പാവൂർ ഇതിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. 300ഓളം പേര് ഉണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് വണ്ടികളായിട്ട് വന്നത് 8 വണ്ടിയും അതിൽ അത്തരം പിള്ളേർ, അത്തരം 100 പിള്ളേർ അതിലല്ല, ഒരു 10-40 പിള്ളേർ കൂടെ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും അനസിനോടെ കാണും. അത് അങ്ങനെ അവർക്ക് ഇത് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഡെയിലി അവരുടെ കൂടെ ഈ പ്രവർത്തിക്കാൻ അത് അവർക്ക് ഡെയിലി അങ്ങനെ ശമ്പളം അങ്ങനെയൊന്നുമല്ല. എന്തെങ്കിലും വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ചേര്. ഡെയിലി അങ്ങനെ പേയ്മെന്റ് ആയിട്ട് വെക്കുന്ന ആൾക്കാരൊന്നുമില്ല. അനസിന്റെ വലങ്കയായിരുന്നു. അനസിന്റെ വലങ്കി അവസാനം വരെ ഒരുമിച്ചുണ്ടായിരുന്ന ആള്. എല്ലാരും വിട്ടുപോയപ്പോഴും ഞാൻ അവസാനം വരെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമിൽ ഇപ്പൊ ഗൾഫിൽ പോണതിനും ഒരു മാസം മുമ്പ് വരെ. അതുപോലെ തന്നെ ഈ അനസ് പൊള്ളാച്ചിലിരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഒരുപാട് പേര് കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരെ സ്കെച്ചിട്ട് ഒരുപാട് പേര് മർഡറാവേണ്ട ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കുറെ പേരുടെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. പ്രമുഖരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉള്ള ഒരുപാട് പേര്. എതിർ പാർട്ടിയിലുള്ളവരല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തി വൈരാഗ്യം കൊണ്ടിട്ട് വന്ന കുറെ സംഭവങ്ങളുണ്ട്. അനസിനുള്ള വൈരാഗ്യമാണോ അതോ വേറെ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തു, വേറെ ആൾക്കാർ കൊട്ടേഷൻ കൊടുത്തു. പ്രമുഖ നേതാക്കന്മാരുണ്ട്. അതിൽ പ്രമുഖ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഇതുണ്ട്. എങ്ങനെയാണ് പോലീസിന്റെ കയ്യിൽ പെടാതെ രക്ഷപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായി തന്നെയാണ് ഔറംഗസേബ് പറയുന്നത്. അതുപോലെ തന്നെ ഏത് രീതിയിലാണ് കൊട്ടേഷൻ ഇവർക്ക് കിട്ടുന്നത് ഇതിനെക്കുറിച്ചും ഔറംഗസേബ് വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക്. അതിലുണ്ട് ഷിയാസ് കരീം ഉണ്ട്. ഷിയാസ് കരീം എന്ന് പറഞ്ഞാൽ അനസിനെ ഇവിടുന്ന് ഇപ്പൊ അവിടെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തേക്കുന്നതും എല്ലാം ഷിയാസ് കരീമാണ്. ആ ഗ്യാങ്ങിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരു പെണ്ണ് കേസ് ഷിയാസ് കരീമിന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അനസിന്റെ അടുത്തായിരുന്നു ഷിയാസ് കരീം. അവിടെ തന്നെയാണ് ഷിയാസ് കരീമാണ് ആ ബന്ധങ്ങളോടെ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഷിയാസ് കരീം വന്നേക്കണ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചറിയാം. കാര്യം ഇവിടെ വന്ന ആകെ ഫോളോ ചെയ്തേക്കണ അനസ് ഷിയാസ് കരീമിന് മാത്രമാണ് ആ ഫോളോ ലിസ്റ്റിൽ വന്നേക്കുന്നത്. പിന്നെ അവരുടെ നല്ല ബന്ധങ്ങളാണ്. ഇപ്പൊ ദുബായിലും ഓൾറെഡി ഇപ്പൊ ഗോൾഡിന്റെ പരിപാടി തുടങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ഇവര് തമ്മിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ഗോൾഡ് കടത്ത് മേഖലയിലുള്ളവർക്ക് ഈ സ്വർണ്ണക്കടത്തിലൊക്കെ പങ്കുണ്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ആരോപണം ഒരു കാലത്ത് ഉയർന്നു വന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങളെപ്പോലുള്ള ഈ ഗ്യാങ്ങുകള് കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ വർക്കുകൾ നടക്കണ്ടാവും. പക്ഷെ എനിക്കിപ്പോ അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയില്ല. നമ്മുടെ അനസ് ഇപ്പൊ ഓൾറെഡി പോയേക്കാൻ ഇപ്പൊ നടക്കുന്നത് ഗോൾഡിന്റെ വർക്കിനാണ്. ഇവിടെ എത്തിക്കാനുള്ള അങ്ങനത്തെ ഒരു ഗെയിമിനാണ് പോയേക്കുന്നത്. അതിൽ ഷിയാസ് കരീമും ഉണ്ടെന്നാണ് എന്റെ 100% ഉറപ്പ്. കാര്യം എന്ന് വെച്ചാൽ ഷിയാസാണ് ഈ ബന്ധങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കി കൊടുക്കണം. സിനിമാ നടനും മോഡലും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെ കുറിച്ചാണ് ഔറംഗസേബ് ഇപ്പോൾ പറഞ്ഞത്. പെരുമ്പാവൂർ അനസ് എന്ന കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ ഗൾഫിലാണ്. അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് ഷിയാസ് കരീമാണ്. അതുപോലെ തന്നെ ഷിയാസ് കരീം ഈ പെരുമ്പാവൂർ അനസിന്റെ അടുത്ത സുഹൃത്താണ് എന്നുകൂടി പറയുകയാണ് ഔറംഗസേബ്. അതുപോലെ തന്നെ സജീവമാവുകയാണ് സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ഗുണ്ടാ സംഘങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം എന്നാണ് ഔറംഗസേബ് പറയുന്നത്. പക്ഷേ പോലീസ് പറഞ്ഞിരുന്നത് പലയിടങ്ങളിലും ഗുണ്ടാ സംഘങ്ങളെ അടിച്ചമർത്തുവാൻ കഴിഞ്ഞു, കാപ്പ നിയമപ്രകാരം പലരെയും അകത്താക്കാൻ കഴിഞ്ഞു എന്നൊക്കെയാണ്. പക്ഷേ ഔറംഗസേബ് നൽകുന്നത് മറ്റൊരു ചിത്രമാണ്. കൊച്ചിക്ക് പുറമെ തലസ്ഥാനമായ തിരുവനന്തപുരത്തും ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ടെന്നാണ് ഔറംഗസേബ് പറയുന്നത്. എല്ലാരും റെഡി ആയിട്ട് നിൽക്കണം ഇറങ്ങിയ എന്റെ ഒരു തോന്നല്. ഇപ്പം മരടനീഷ്, തമ്മനം ഫൈസല്, പിന്നെ ആരൊക്കെയാ സജീവമായിട്ടുള്ളവര്? ഇപ്പൊ പറഞ്ഞ ഫൈസലും അനീഷിന്റെ ആൾക്കാരും ഉണ്ട്. പിന്നെ മറ്റേ അനസ് പെരുമാൾ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ഓൾറെഡി. പുള്ളീനെ പറ്റി ഇപ്പൊ കുറച്ചൊക്കെ കേൾക്കാറുള്ളൂ, പിന്നെ അധികമൊന്നും കേൾക്കാറില്ല. എന്ന് വെച്ചാൽ ഉണ്ട്, ഓൾറെഡി ആൾക്കാരെല്ലാരും ഉണ്ട്. പിന്നെ എല്ലാവരും കുറെ മതിയായ ആൾക്കാരാണ്. കാര്യം കുറെ കേസും ബോളും ഒക്കെ വന്നിട്ട്
എല്ലാവരും ഒന്ന് ഒതുങ്ങിയൊക്കെ നിൽക്കണാണ്. പിന്നെ ഇപ്പൊ ഇടയ്ക്ക് പ്രശ്നങ്ങളുള്ള കാരണം ഇങ്ങനെ പോണതാണ്. ഇവര് വീണ്ടും മരണനീഷൊക്കെ വീണ്ടും രംഗത്തിറങ്ങി സമീപ ദിവസങ്ങളിൽ തന്നെയാണല്ലോ കൊച്ചിയിലൊക്കെ വലിയ സംഘടനകൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സംഘടനകൾക്ക് വീണ്ടും ഒരു ഈ ഗ്യാങ് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വീണ്ടും സാധ്യതയുണ്ട് ഇവിടെ. അങ്ങനെ സാധ്യത കൂടുതലാണ്. കാര്യം പ്രശ്നങ്ങൾ ഇപ്പൊ ആയി തുടങ്ങിയിട്ടുണ്ട്. കുടിപ്പകയും പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഈഗോ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായ വഴികളാണ് വന്നേക്കണേ എല്ലാം. അത് ഈ കൊച്ചിയാണോ ഈ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത്? കൊച്ചിയാണോ? കേരളത്തില് മൊത്തത്തിൽ എടുത്തു നോക്കി ഇപ്പൊ എല്ലായിടത്തും ഇത്തരം ഗുണ്ടാ, ആലപ്പുഴയില് ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഒരു സംഘം ഉണ്ടായിരുന്നു. ഇവിടുന്ന് കുറെ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പോയ ആൾക്കാരുണ്ട് കുറെ. അത് ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണ്ടായുള്ളത് കൊച്ചിയിലല്ല, ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രമാണ് ഗുണ്ടാ സംഘങ്ങൾ കൂടുതലുള്ളതെന്നാണ് എന്റെ അറിവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാപ്പയും ഇതൊക്കെ അടിച്ചാൽ ട്രിവാൻഡ്രത്തിൽ തന്നെയാണ്. പിന്നെ കൊച്ചിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ തമ്മിൽ അങ്ങോട്ടും കൂടും പ്രശ്നങ്ങളും ഇതും ഒരുപാട് ഇപ്പൊ യുവാക്കൾ ഇതിലോട്ട് തന്നെ വന്ന് ഒരുപാട് ഭാവിയും പോകുന്നുണ്ട്. കൂടുതൽ യുവാക്കൾ ഈ ഗുണ്ടാ സംഘങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിലെ ഒരു പ്രധാനിയായിരുന്ന ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇത്. ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കേരളം അസോസിയേറ്റ് എഡിറ്റർ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ടോം, ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലിൽ ഗുണ്ടകൾ പറയാറില്ല, അവർ സംഗമിക്കാറുണ്ട്, പരസ്യമായിട്ട് മീഡിയയ്ക്ക് മുന്നിൽ പോലും വരാറുണ്ട് പലതവണയും. പക്ഷേ ഇത്രയും വ്യക്തമായിട്ട് എങ്ങനെയാണ് ഗുണ്ടാ സംഘങ്ങൾ ഇപ്പോഴും വിലസുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഗുണ്ട പറയുന്നത് ഇതാദ്യമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്താണിപ്പോൾ ഈ പെരുമ്പാവൂർ അനസിനെ കുറിച്ച് പോലും ഇത്രയും കാര്യങ്ങൾ പറയാൻ ഈ ഗുണ്ടയെ, ഔറംഗസേബിനെ പ്രേരിപ്പിച്ച ഘടകം? ഔറംഗസേബ് ഇപ്പോൾ ഈ ഗുണ്ടാ പ്രവർത്തനത്തിൽ ഇല്ലേ? മഞ്ജുഷ, കഴിഞ്ഞ 10 വർഷത്തിലധികമായി കേരളത്തിലെ വിവിധ ഗുണ്ടാ നേതാക്കന്മാർക്കൊപ്പം, ഗുണ്ടാ തലവന്മാർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ഔറംഗസേബ്. 32ഓളം കേസുകളിലെ പ്രതി. മുൻ ഗുണ്ടാ നേതാവായിരുന്ന, ഗുണ്ടാ സംഘാംഗമായിരുന്ന ഉണ്ണിക്കുട്ടനെ കർണാടകയിൽ കൊണ്ടുപോയി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതിയാണ് ഈ ഔറംഗസേബ്. അതായത് കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഔറംഗസേബ് കർണാടകയിലെ ജയിലുകളിലായിരുന്നു. ഏതാനും നാളുകൾക്ക് മുൻപാണ് ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. അതായത് ഈ ഉണ്ണിക്കുട്ടനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ ഔറംഗസേബ് ഇത്തരമൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഔറംഗസേബ് ആദ്യഘട്ടം, അതായത് 10 വർഷം മുൻപ് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷമാണ് ഈ ഗുണ്ടാ സംഘങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആദ്യം തമ്മനം ഫൈസലിന്റെ സംഘത്തിലായിരുന്നു ഔറംഗസേബ്. പിന്നീട് തമ്മനം ഫൈസലുമായി തെറ്റിപ്പിരിഞ്ഞ് പെരുമ്പാവൂർ അനസിനൊപ്പം ചേരുന്നു. പെരുമ്പാവൂർ അനസിന്റെ വലങ്കൈ എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് കൊച്ചിയിലെ തന്നെ, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഗുണ്ടാ തലവന്മാരിൽ ഏറ്റവും പ്രമുഖനാണ് ഈ പെരുമ്പാവൂർ അനസ്. പെരുമ്പാവൂർ അനസ് നിരവധി കൊലപാതകം, വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, സ്വർണം പൊട്ടിക്കൽ കേസ്, സ്വർണ്ണക്കടത്ത് കേസ് അടക്കം വിവിധ കേസുകളിലെ പ്രതിയാണ് പെരുമ്പാവൂർ അനസ്. നിലവിൽ പെരുമ്പാവൂർ അനസ് കേരളത്തിലല്ല, ദുബായിലാണ്. ദുബായിലേക്ക് വിവിധ ആളുകളിൽ നിന്നും ട്രേഡിംഗിന്റെ പേരിൽ പണം തട്ടി നാട് വിട്ടുവെന്നാണ് ഔറംഗസേബ് പറയുന്നത്. എങ്ങനെയാണ് ഔറംഗസേബ് ഈ ഗുണ്ടാ സംഘത്തിലേക്ക് വന്നത് മുതൽ ഈ ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനം, കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, രാഷ്ട്രീയ സിനിമാ ബന്ധം, അതോടൊപ്പം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇക്കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഔറംഗസേബ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മഞ്ജു സൂചിപ്പിച്ചതുപോലെ ഔറംഗസേബ് ഇപ്പോൾ ഈ ഗുണ്ടാ പ്രവർത്തനവുമായി രംഗത്തില്ലേ എന്നൊരു ചോദ്യം. ഔറംഗസേബ് കഴിഞ്ഞ 10 വർഷത്തിലധികമായി വിവിധ മരട് അനീഷ്, പെരുമ്പാവൂർ അനസ്, ഫൈസല്, ഭായ് നസീർ ഉൾപ്പെടെയുള്ള വിവിധ ഗുണ്ടാ നേതാക്കന്മാർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ സമീപകാലത്താണ് പെരുമ്പാവൂർ അനസുമായി തെറ്റിപ്പിരിയുന്നത്. അതിന്റെ കാരണം പോലുമുണ്ട്. അതായത് പെരുമ്പാവൂർ അനസിന്റെ നിർദ്ദേശപ്രകാരമാണ് അവരുടെ സംഘത്തിലുണ്ടായിരുന്ന ഉണ്ണിക്കുട്ടനെ, ഗുണ്ടാ സംഘാംഗമായിരുന്ന ഉണ്ണിക്കുട്ടനെ കൊലപ്പെടുത്തിയത്. അങ്ങനെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ്. കർണാടകയിൽ വെച്ച് ജയിലിനുള്ളിൽ വെച്ച് തന്നെ മറ്റൊരു ഗുണ്ടാ സംഘവുമായി ഏറ്റുമുട്ടി അയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൂടി ഔറംഗസേബ് പ്രതിയാണ്. പക്ഷേ ഈ പെരുമ്പാവൂർ അനസുമായി ഔറംഗസേബ് തെറ്റിപ്പിരിയുന്നത് ഈ ട്രേഡിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ സമീപകാലത്ത് നിരവധി ആളുകളിൽ നിന്ന്, അതായത് ഏകദേശം 30 കോടിയിലധികം രൂപ പെരുമ്പാവൂർ അനസ് തട്ടിയെടുത്തു. പിന്നീട് നാട് വിട്ടു. വർഷങ്ങളോളം കോയമ്പത്തൂരിലായിരുന്നു. പിന്നീട് ദുബായിലേക്ക് കടന്നു. ദുബായിൽ ഇപ്പോൾ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട മറ്റൊരു ബിസിനസ് ആരംഭിച്ചുവെന്നാണ് പെരുമ്പാവൂർ അനസ് തുറന്നു പറയുന്നത്. അതായത് പലരെയും പെരുമ്പാവൂർ അനസ് കബളിപ്പിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്, നിരവധി യുവാക്കളുടെ ജീവിതം തകർത്തിട്ടുണ്ട് എന്ന് ഔറംഗസേബ് തുറന്നു പറയുമ്പോൾ അതിന്റെ ഒരു കുടിപ്പക കൂടി നമ്മൾ കാണണം. ഞാൻ ചോദിച്ചു, ഒരുപക്ഷെ ഇതിനൊരു തിരിച്ചടി കിട്ടുമില്ലേ? ഇങ്ങനൊരു ഗുണ്ടാ സംഘങ്ങളുമായി തെറ്റിപ്പിരിഞ്ഞാൽ, അല്ലെങ്കിൽ പെരുമ്പാവൂർ അനസുമായി തെറ്റിപ്പിരിഞ്ഞാൽ
സ്വാഭാവികമായും അതിന്റെ ഒരു പ്രതികാരമായി അല്ലെങ്കിൽ ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായി വീണ്ടും ഒരു സംഘടനത്തിന്റെ സാധ്യതയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഭയമില്ല. അത്തരം സംഭവങ്ങളൊക്കെ ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായി സമീപകാലത്ത് കൊച്ചിയിൽ ഇത്തരം സംഭവങ്ങൾ അടിക്കടിയായി ഉണ്ടാകുന്നുണ്ട്. പല ഗുണ്ടകളും കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ടോം, പോലീസ് ഇക്കാര്യത്തിൽ ഒരു നോക്കുകുത്തി എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ. ഇവരെ എല്ലാവരെയും പോലീസിന് നന്നായിട്ട് അറിയാം. അതോടൊപ്പം തന്നെ പോലീസ് പറയുകയാണ് കൊച്ചിയിലെ ഗുണ്ടകളെയൊക്കെ അടിച്ചമർത്തി എന്നൊക്കെ, കാപ്പ ചുമത്തി പലരെയും അകത്താക്കി എന്നൊക്കെ പോലീസ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ മൂക്കിന് താഴെ തന്നെയാണല്ലോ ഈ ഗുണ്ടകൾ വിലസുന്നത്. ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിൽ എല്ലാം ഉണ്ടല്ലോ. തീർച്ചയായും. കാരണം നേരത്തെ ഈ ഗുണ്ട ആക്ട് നിലവിൽ വന്നപ്പോൾ ഒരു പരിധിവരെയും ഗുണ്ടകളെ, കൊട്ടേഷൻ സംഘങ്ങളെ അടിച്ചമർത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ നിലവിൽ കാപ്പ ഉണ്ട്, കാപ്പ ചുമത്തി ജയിലിനകത്തിടുമെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഔറംഗസേബ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിനകത്ത് വെച്ചല്ല ഒരു ഗുണ്ടാ പ്രവർത്തനവും നടത്തുന്നത്. ഇവിടെ നിന്നും ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൈകാലുകൾ വെട്ടുകയോ അതല്ലെങ്കിൽ ഒരാളെ കൊലപ്പെടുത്തുകയോ ചെയ്യുന്നത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ വെച്ചാണ്. അതല്ലെങ്കിൽ ഒരുപക്ഷെ കർണാടകയിലോ തമിഴ്നാട്ടിലോ വെച്ചാണ്. അവിടെയുള്ള കേരളത്തിൽ വരുമ്പോഴാണ് ഇതിന്റെ ഒരു സ്വഭാവം മാറുന്നത്, ഈ കാപ്പ കേസുകളിൽ ഉൾപ്പെടുന്നത്. പക്ഷെ കേരളത്തിന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഇവർക്ക് വലിയ സുഖകരമായിട്ടുള്ള ജീവിതമാണ് ജയിലിനുള്ളിലുള്ളത്. ഫോണുകൾ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് കർണാടകയിലെ പല ജയിലുകളിലും ഫോണുകൾ ഉപയോഗിക്കാം. ഔറംഗസേബ് ബെല്ലാരിയിലെ ജയിലിലായിരുന്ന സമയത്ത് 3 ഫോണുകളാണ് ഉപയോഗിച്ചിരുന്നതെന്ന് ഔറംഗസേബ് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അത്രയും നല്ലൊരു സൗകര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഇവർ പുറത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്. മാത്രമല്ല, നിലവിൽ പോലീസിന്റെ കണക്കനുസരിച്ച് 300ഓളം ഗുണ്ടകൾ കൊച്ചി നഗരത്തിൽ മാത്രമുണ്ട് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ പലരും ഇപ്പോൾ ഈ ക്രിമിനൽ കേസുകളിന് അപ്പുറം സ്വർണം പൊട്ടിക്കൽ, സ്വർണം തട്ടിക്കൊണ്ടുപോകൽ, അതോടൊപ്പം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. അവിടെ കൂടുതൽ വരുമാനം ലഭിക്കുന്നു. അതോടൊപ്പം ലഹരി ഇടപാടുകളിലേക്ക് മാറിയിരിക്കുന്നു. ലഹരി ഇടപാടിന് എസ്കോർട്ട് പോകുക. നേരത്തെ ഈ കോഴിക്കോട് രാമനാട്ടുകരയിലെ അപകടം നമുക്കറിയാം. അവിടെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് എസ്കോർട്ട് പോയ 5 യുവാക്കൾ മരണപ്പെട്ടിരുന്നു, വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അത് പെരുമ്പാവൂർ അനസിന്റെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ചെറുപ്പക്കാരാണെന്നാണ് ഔറംഗസേബ് പറയുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഈ ഗുണ്ടാ സംഘങ്ങൾ മാറുന്നു എന്നത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, പോലീസ് നിരീക്ഷിക്കേണ്ട കാര്യം. എന്തായാലും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ ഈ ഗുണ്ടാ സംഘങ്ങൾ വളരെ സജീവമായ പശ്ചാത്തലത്തിൽ യോഗം ചേർന്നിരുന്നു. ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. അവിടെ ഓരോ ഗുണ്ടാ സംഘങ്ങളെയും നിരീക്ഷിക്കാനുള്ള നിർദ്ദേശമുണ്ട്. പല ഗുണ്ടാ നേതാക്കന്മാരും ഗുണ്ടാ സംഘങ്ങളും ജയിലിൽ നിന്നും ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം ഇപ്പോഴും ഈ ഗുണ്ടാ പ്രവർത്തനം തന്നെ നടത്തുന്നു. കൊട്ടേഷൻ പ്രവർത്തനം, അതോടൊപ്പം ആളുകളെ തട്ടിക്കൊണ്ടുപോകല്, ഭീഷണിപ്പെടുത്തല്, സെറ്റിൽമെന്റുകള്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറുകയാണ്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർക്ക് ഒത്താശ ചെയ്യുന്നത് അല്ലെങ്കിൽ തണലൊരുക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരാണ് എന്നതാണ്. ശരിയാണ് ടോം. എന്തായാലും അത് തന്നെ പോലീസിനെയും കുഴക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ പോലീസ് ഗൗരവമായി തന്നെ കാണണം എന്ന് തന്നെയാണ് ന്യൂസ് 18 കേരളം പറയുന്നത്. ഈ വെളിപ്പെടുത്തലിന്റെ ഔറംഗസേബുമായി ടോം കുര്യാക്കോസ് സംസാരിച്ച ഈ മുഴുവൻ കാര്യങ്ങളും രാത്രി 10 മണിക്ക് ന്യൂസ് 18 കേരളത്തിൽ ഉണ്ടാവും. അതിൽ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് കിട്ടുകയും ചെയ്യും. പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശരി ടോം കുര്യാക്കോസ്. ഇന്ന് ആം ആദ്മി പാർട്ടി ശക്തമായി തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മാപ്പ് സാക്ഷിയെക്കുറിച്ചുള്ള ചില സംശയങ്ങളാണ് ആം ആദ്മി പാർട്ടി നേതൃത്വം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തയിലേക്ക് പകരാം. അതിനു മുമ്പ് പകൽ വാർത്തയിൽ ഒരു ചെറിയ ഇടവേള. വീണ്ടും ഈ ഗുണ്ടാ നേതാക്കന്മാർ കൊച്ചിയിൽ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഔറംഗസേബ് എന്ന ഒരു ഗുണ്ടാ നേതാവാണ് ഇപ്പോൾ ന്യൂസ് 18 ചേരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചറിന്റെ കാലം വിട്ട് പടക്കം എറിഞ്ഞായിരുന്നു. അനസിന്റെ വലങ്കയായിരുന്നു. അവസാനം വരെ ഒരുമിച്ചുണ്ടായിരുന്ന ആള്. വിശ്വാസ്കരിയും ഈ ഗ്യാങ്ങിലുള്ളതാണോ? ആ ഗ്യാങ്ങിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വീണ്ടും സജീവമായിട്ടുണ്ടല്ലേ? കൊച്ചിക്കാരുടെ അനീഷ്, തമ്മനം ഫൈസല്, ഈ ഗുണ്ടാ സംഘങ്ങളൊക്കെ വളർത്തുന്നതിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ടോ? ഒരു നമ്മുടെ സ്റ്റേഷനിലാണെങ്കിലും സഹായിക്കാറുണ്ട്.